സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നെഞ്ചിൽ വലതുകൈ വെച്ച് 71 തവണ ആരെങ്കിലും ഈ ഇസ്മ ചൊല്ലാൻ തീരുമാനിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും. അവന് നിറവേറാത്ത ഒരു ആവശ്യങ്ങളും ഉണ്ടാവുകയില്ല. ഇത് പതിവായി ചൊല്ലുന്നതിനെ അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേതോ പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും. ജീവിതത്തിൽ സംതൃപ്തി കളിയാടുവാൻ ഈ ഇസ്മിനെ 489 തവണ ചൊല്ലലിനെ തീരുമാനിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക, അത് മുറുകെ പിടിക്കുക. അതുകൊണ്ട് വലിയ വലിയ അമലുകളുണ്ട്. നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല വിഷയങ്ങളും അസ്മാഉൽ ഹുസ്നയിലൂടെ നടന്നു കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ശ്രേഷ്ഠമായ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മ നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മാണ്. ആ ഇസ്മിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ഫത്ഹ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്മിനെ പിടിച്ചിട്ടുള്ളത്. ആ ധാതുവിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ഈ ഇസ്മ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നമുക്കൊക്കെ അറിയാം, അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ലുഗത്തനുസരിച്ച് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ വലിയ വിജയം നൽകാൻ കാരണമാകുന്ന ഒരു ഇസ്മാണെന്ന് ഭാഷ പഠിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അർത്ഥം വിജയം നൽകുന്നവൻ, ധാരാളം വിജയം നൽകുന്നവൻ, ധാരാളം തുറന്നു തരുന്നവർ. ഏത് പ്രതിസന്ധികളെ തൊട്ടും നമുക്ക് നല്ല ഫത്ഹ് നൽകുന്ന റബ്ബേ എന്നാണ് യാ ഫത്താഹു യാ അല്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ടുള്ള അമലൊക്കെ നമുക്ക് ചെയ്യാനും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വിജയം നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊക്കെ എങ്ങനെ പറയുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നവരുണ്ട്, അവർക്ക് കൂടെ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വിജയം നൽകുന്നവൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഫത്ഹ് എന്ന ധാതുവിൽ നിന്നാണ് ഈ പദം ഉണ്ടായിട്ടുള്ളത്. തുറക്കുക എന്നാണ് ഫത്ഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം. മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോൽ, കീ എന്നാണല്ലോ അർത്ഥം. തുറക്കുന്ന വസ്തു, തുറക്കുന്ന സാധനം എന്നാണല്ലോ മിഫ്താഹ്. അപ്പോൾ ഫത്ഹ്, ഫത്താഹ് ഇതിനോട് ചേർത്തിയിട്ട് നമ്മൾ സൂറത്തുൽ ഫത്ഹിൻ്റെ അമല് പറയാറുണ്ട്. സൂറത്തുൽ ഫത്ഹ് ഒരു പ്രത്യേക അമല് നമ്മൾ പലപ്പോഴും ഇവിടെ നേരിട്ട് വരുന്നവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു അമലുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. സൂറത്തുൽ ഫത്ഹ്, സ്വലാത്തുൽ ഫാത്തിഹ്, അതേപോലെ തന്നെ യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ. ഈ മൂന്നും ഒരേ പാറ്റേണിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചെയ്ത് റിസൾട്ട് ലഭിക്കാത്ത ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് ഇതിൻ്റെ ഇടയ്ക്ക് മറന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത് എല്ലാവരെയും ഓർമ്മിപ്പിക്കും, സമയം കൂടെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടഞ്ഞു കിടക്കുന്ന സകല കവാടങ്ങളും നമുക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ കാരണമാകുന്ന അത്ഭുത ശക്തിയുള്ള ഇസ്മാണ് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ. സകല വിഷമതകളും നീങ്ങുകയും ചെയ്യും. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് അവരുടെ ഹൃദയങ്ങളിലുള്ള മറ നീക്കിയിട്ട് തൻ്റെ ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും സാമ്രാജ്യത്തിലേക്കുള്ള കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നു. അപ്പോൾ അള്ളാഹു ഇത്തരം ഒരുപാട് ഫുതൂഹാത്തുകൾ, ഒരുപാട് ഖൈറിൻ്റെയും വിജയത്തിൻ്റെയും ബറക്കത്തിൻ്റെയും ഒക്കെ കവാടങ്ങൾ തുറന്നു തരാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് പ്രിയമുള്ളവരെ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ചേർത്ത് വെക്കണം, എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, നോമ്പെടുത്ത് റിയാള പൂർത്തിയാക്കി വീട്ടി തസ്ബീഹ് നിസ്കാരം കൂടെ നിസ്കരിച്ചിട്ട് ഈ അമൽ ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കാത്തവരായിട്ടുണ്ടാകൂല അല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കാത്തവരായിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ കൂടുതൽ സമയം നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല. മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തസ്ബീഹ് നിസ്കാരത്തിന് പതിവാക്കുന്നവരായിരിക്കണമെന്ന്. ചില ആളുകളൊക്കെ
ആഴ്ചയിൽ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലുമൊക്കെ അത് ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും കൂടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും ഫത്ഹ് ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ, മഈഷത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ ജോലിയുടെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേതു പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ ഒരു ഫത്ഹ് ലഭിക്കാൻ സൂറത്തുൽ ഫത്ഹ് പോലെ തന്നെ നമ്മൾ പറയുന്ന ഈ ഒരു ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണത് പ്രയോഗിക്കേണ്ടതെന്നുള്ളത് പറയാണ്. നിസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ നിസ്കരിക്കൂലേ, ആ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റും ഈ നാമം പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ സദാ അവന് അനുഗ്രഹങ്ങളും ഖൈറാത്തുകളും വർഷിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ നിസ്കാരത്തിനും ശേഷം ഇത് ചൊല്ലുന്നതിനെ പതിവാക്കുക. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ ചില ഇസ്മുകളൊക്കെ പറയുമ്പോൾ അത് പതിവാക്കാൻ വേണ്ടി പറയുമ്പോൾ അത് ആഴ്ചയിൽ നിങ്ങൾക്ക് പതിവാക്കുക, അതേപോലെ മാസത്തിൽ പതിവാക്കുക, 2 ദിവസം കൂടുമ്പോൾ പതിവാക്കുക. ഇപ്പോൾ നോട്ടിലൊക്കെ എഴുതി വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എളുപ്പമാണ്. അവർ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചെറിയ ഒരു പേപ്പറിൽ അവർ എഴുതി വെക്കും. ശനിയാഴ്ച ഞാൻ ഈ ഇസ്മാണ് ചൊല്ലുന്നത്, ഞായറാഴ്ച ഈ ഇസ്മാണ് ചൊല്ലുന്നത്, തിങ്കളാഴ്ച ഈ ഇസ്മാണ് ചൊല്ലുന്നത്, പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച വെള്ളിയാഴ്ച ചൊല്ലിയ ഇസ്മ തന്നെ ചൊല്ലും. അപ്പോൾ അങ്ങനെ ഒരു 3 ദിവസം കൂടുമ്പോൾ കടന്നു വരും. അപ്പോൾ നമ്മൾ പതിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് അത് കൊണ്ട് നടന്നാൽ മതി പതിവാക്കുക. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഞാൻ ഇത് പതിവാക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ചൊല്ലണോ? എല്ലാ ദിവസവും ചൊല്ലേണ്ട ചില ഇസ്മുകളുണ്ട്, അത് ചൊല്ലിയാൽ മതി. അല്ലാത്തതൊക്കെ പതിവാക്കൽ ആഴ്ചയിൽ ഒരിക്കൽ ചൊല്ലുക, 5 ദിവസം കൂടുമ്പോൾ ചൊല്ലുക, വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുക, തിങ്കളാഴ്ച രാവിലെ ചൊല്ലുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ പതിവാക്കുന്ന രൂപവും ഉണ്ടായാൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ നിസ്കാരത്തിന് ശേഷം ഇത് പതിവാക്കുന്ന രൂപം ഉണ്ടാവണം. അപ്പോൾ എല്ലാ വിജയവും ആശ്വാസവും നമുക്ക് ലഭിക്കും. ഇത് ചൊല്ലിത്തുടങ്ങുന്നവർക്ക് മുന്നേറ്റവും അവസാനിപ്പിക്കാനാവാത്ത അനന്തമായ വിജയം അവനക്ക് സാധ്യമാകും എന്നുള്ളതാണ്. ഒരുപാട് വിഷയങ്ങൾ അതിലേക്ക് അവൻ്റെ മനസ്സകങ്ങളിലേക്ക് കടന്നു വരും. നമ്മൾ ഡള്ളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. നമ്മുടെ കുടുംബ വിഷയത്തിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ, അതേപോലെ നമ്മൾ ഇടപെടുന്ന ജോലിയിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, എല്ലാത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത പല സന്ദർഭങ്ങളും, ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു ഫത്ഹ് കിട്ടാൻ ഈ ഒരു ഫത്താഹ് എന്നുള്ള ഇസ്മ മുറുകെ പിടിച്ചാൽ മതി. അപ്പോൾ ഒരു നിശ്ചിത എണ്ണം കുറേ ദിവസങ്ങളിൽ, കുറേ മാസങ്ങളിൽ ഇങ്ങനെ പതിവായി ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് അവൻ്റെ സ്വപ്നത്തിലോ മറ്റൊക്കെ ആയിട്ട് ഇൽഹാമ് വഴിയൊക്കെ ആയിട്ട് പല വിഷയങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും. നമ്മൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലകപ്പെടുന്ന സമയത്ത് നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു ഇസ്മും കൂടെയാണിത്. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന പല ആളുകൾക്കും നമ്മൾ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട്. കാരണം ഈ ഇസ്മ അത്രമേൽ സവിശേഷമായൊരു ഇസ്മാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷം ആരെങ്കിലും തൻ്റെ നെഞ്ചിൽ കൈവച്ച്, വലതു കൈവച്ച് യാ ഫത്താഹു യാ അല്ലാ എന്ന് 71 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ഏത് മുറാദുകളാണോ പൂർത്തീകരിക്കേണ്ടത് അതിൻ്റെ വഴി അള്ളാഹു വളരെ പെട്ടെന്ന് തുറന്നു കൊടുക്കും. അതേപോലെ തന്നെ അവന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളിൽ നിന്നും ഫത്ഹ് ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ ഒരു അമലെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. എല്ലാ ദിവസവും ഒരു 71 തവണ എല്ലാ ദിവസവും ചൊല്ലാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമല്ല. ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാനിത് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുന്നവരാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അവരിത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഇവിടുന്നൊക്കെ കേട്ടിട്ട് അവർ ചൊല്ലാൻ പതിവാക്കാൻ തീരുമാനിച്ചവരാണ്. അവരുടെ ഹൃദയത്തിൽ അത് കൃത്യമായിട്ട് അവരത് പ്രയോഗിച്ചവരാണ്. അവർക്കതിൻ്റെ അനുഭവങ്ങൾ അറിഞ്ഞവരാണ്. ഫത്താഹിൻ്റെ രുചി അറിയാത്ത ആരും ഉണ്ടാവില്ല. വിനീതന എനിക്കും പേഴ്സണലി അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട്. നമ്മളെല്ലാം വിളിച്ച് പറയണ്ടല്ലോ, എല്ലാം പറയേണ്ട ഒരു വേദിയും അല്ലല്ലോ, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. ആരൊക്കെ എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുന്ന അറിയൂലല്ലോ. ഇപ്പോൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം എല്ലായിടത്തും വിളിച്ചു പറയാൻ പറ്റൂല. അപ്പോൾ
എനിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും ചൊല്ലിയാൽ, നിങ്ങളുടെ നാക്കുകളെ കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലിയാൽ നിങ്ങൾക്കും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, നേടിയെടുക്കാൻ സാധിക്കും. അനുഭവസ്ഥരൊക്കെ ഇതിലിപ്പോൾ പറയുന്നുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഫത്ഹ് ഓതി, യാ ഫത്താഹ് ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹും കൂടി ചൊല്ലിയിട്ട് നിറവേറപ്പെടാത്ത ആവശ്യങ്ങളില്ല, പൂർത്തീകരിക്കപ്പെടാത്ത നീയത്തുകളില്ല, തീർച്ചയായും അത് പരിഹരിക്കപ്പെടും. കാരണം മൂന്ന് കാറ്റഗറിയാണ്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, ഒന്ന് സ്വലാത്താണ്, ഒന്ന് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ഇതൊക്കെ ചേർത്തി ഒരുപോലെ ഒരേ സമയത്ത് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും. അതിൻ്റെ കൃത്യമായ അമലുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാത്തത്. അപ്പോൾ ഇത് പതിവായിട്ട് ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അത് ചൊല്ലുന്നയാൾക്ക് നിറവേറാത്ത ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുത്തു. ജീവിതത്തിലെ സംതൃപ്തി കളിയാടുവാൻ 489 പ്രാവശ്യം ഈ ദിക്റിനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതെങ്ങനെ 489 തവണ ചൊല്ലിയിട്ട് 7 പ്രാവശ്യം ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനി മോദി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ വിജയത്തിൻ്റെ, ഖൈറിൻ്റെ, ബറക്കത്തിൻ്റെ സർവ്വ കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും. ഇതിൻ്റെ അതത് 489 ഈ അതത് നിങ്ങൾ മറക്കരുത്. ഇപ്പം നമ്മൾ ചൊല്ലാൻ പറഞ്ഞത് 71 തവണയാണ് ഓരോ ദിവസം. പക്ഷേ 489 തവണ ചൊല്ലിയിട്ട് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതിയിട്ട് ദുആ ചെയ്താൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. ആ രൂപത്തിലുള്ള അമലും ഉണ്ട്. ഇതിൻ്റെ അതത് 489 അതതിൻ്റെ അവസാന ഭാഗത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. ഇതിനൊരു കളമുണ്ട് കേട്ടോ, ഒരു കളം, ഒരു 5 കളം. ഈ ഒരു കളം ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടില്ല. ആ ഒരു കളം ഇതിനോട് ചേർത്തിയിട്ട് നമ്മൾ ഒരു പ്രത്യേക രൂപത്തിൽ നമ്മളതുകൊണ്ട് അമല് ചെയ്യുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും. അപ്പോൾ ഇതിൻ്റെ ഇരട്ടാക്ഷരപ്പൊരുളനുസരിച്ച് വരയ്ക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കളം ഇൻഷാ അല്ലാഹ് പലർക്കും നമ്മൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ചുമന്ന് നടക്കുമ്പോൾ ഏതു കാര്യമാണോ അവൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കുള്ള വഴികൾ എളുപ്പമായി കിട്ടും എന്നുള്ളതാണ്. തടസ്സങ്ങൾ നീങ്ങിയിട്ട് വഴികൾ എളുപ്പമായി കിട്ടും. ഏതു കാര്യം ഉദ്ദേശിച്ച് അവന് പ്രവേശിച്ചാലും അതിലൊക്കെ ഖൈറിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും. ഈ ചതികൾ, വഞ്ചനകൾ, ഇത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ, ശത്രുക്കൾ, ഇത്തരം അസൂയാലുക്കൾ, സിഹർ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ തൊട്ടൊക്കെ ഒരു വലിയ ഹിഫ്ളും കൂടെ ലഭിക്കും ഇത് ചുമന്നുകൊണ്ട് നടക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു കളം അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലതിനൊക്കെ കഠിനമായ ചില രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് അതിന് നല്ല ഫലമുണ്ടായിരിക്കുക. ഇപ്പോൾ ഈ ഒരു കളം വരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പാലിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതാണ് പലപ്പോഴും പല ആളുകളും നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സമയം നമുക്ക് യൂസ് ആക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഇതിപ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇതിപ്പോൾ പറയുന്നത് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ കൃത്യമായ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതിന് നമ്മൾ ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ നോമ്പെടുത്തുകൊണ്ട് ചെയ്യണം. അപ്പോൾ സുന്നത്ത് നോമ്പെടുക്കാൻ ഇപ്പോൾ അധികം പ്രയാസമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം തിങ്കളാഴ്ചയുടെ വെള്ളിയാഴ്ചയുടെ നോമ്പെടുത്താൽ മതി അല്ലേ? അങ്ങനെ ഒരു നോമ്പെടുക്കുക. നോമ്പെടുത്തിട്ട് പിന്നെ റിയാള പൂർത്തിയാക്കി വീട്ടണം. അപ്പോൾ നമ്മൾ റിയാളയുടെ ചെറിയ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരുപാട് ആളുകൾ റിയാള പൂർത്തിയാക്കി വീട്ടിയവരാണ്. റിയാള എന്താണെന്നുള്ളത് അവസാന സമയം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം. മുമ്പ് ഒരുപാട് വീഡിയോസുകളിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ നോമ്പെടുത്ത് റിയാള പൂർത്തിയാക്കി വീട്ടിയിട്ട് തസ്ബീഹ് നിസ്കാരം കൂടെ നിസ്കരിച്ചിട്ട് ഈ കളം വരച്ച് അത് ചുമന്നുകൊണ്ട് നടന്നാൽ വലിയ ഫലമുണ്ട്. അപ്പോൾ ഇതൊന്നുകിലും ഒരാൾ ചെയ്തു കൊടുക്കാം, മനസ്സിലായല്ലോ, ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. നല്ല സ്വാലിഹായ ഒരാളെ കൊണ്ട് ഇത് കൃത്യമായിട്ട് അസ്മാഉൽ ഹുസ്നയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളുകളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക. പിന്നെ ചില അമലുകളൊക്കെ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ശരിയായ റൂട്ടിലൂടെ അല്ലാതെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മശായിഖുമാരുടെ, നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ തർബീയത്തിലല്ലാതെയാണ്, ഒരു ഷെയ്ഖുവിൻ്റെ ഒരു വഴിയിലൂടെ അല്ലാതെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ വഴി പിഴക്കാനും അത് വേറെ രൂപത്തിലേക്ക് എത്താനൊക്കെ കാരണമാകും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്, നോമ്പെടുക്കണം, റിയാള പൂർത്തിയാക്കി വീട്ടണം, അതേപോലെ തന്നെ
തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കണം. അങ്ങനെ തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷം ഇത് ഈ ഒരു കളം വരച്ച് അത് കൊണ്ട് നടക്കുകയാണെങ്കിൽ അവൻക്കൊരുപാട് സുഹൃതങ്ങൾ അവനക്ക് ലഭിക്കാൻ കാരണമാകും. നല്ല കൃത്യമായ രൂപത്തിൽ അവന് അമലുകൾ ചെയ്ത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. തസ്ബീഹ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. പലരും നിസ്കരിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് ഞാനതിൻ്റെ രൂപമൊന്ന് നമ്മുടെ ഇത് മുഹിബ്ബീങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. തസ്ബീഹ് നിസ്കാരം നമുക്ക് 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കേണ്ടത്. അത് 4 റക്അത്ത് ഒറ്റയടിക്ക് ഒരൊറ്റ സലാം കൊണ്ടും നിസ്കരിക്കാം. അതേപോലെ തന്നെ 2 സലാം വീട്ടി ഈ 2 റക്അത്തായിട്ടും നിസ്കരിക്കാം. മുമ്പ് നമ്മൾ അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്തുനബി തങ്ങൾ ദുആ ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ ആമീൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്വഹാബാക്കൾ. അപ്പോൾ ആ ദുആയിൻ്റെ പരിധിയിൽ നമ്മൾ അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചാൽ പെടും എന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ 4 റക്അത്ത് ഒരുമിച്ചാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമ്മളിവിടെ പറയുന്നത്, ഇവിടെ 4 റക്അത്താണ് നിസ്കരിക്കുന്നത്. ഇത് 2 റക്അത്ത് സലാം വീട്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണോ, അതെല്ലാം ഒരുമിച്ചാണോ നിസ്കരിക്കേണ്ടത്, അതിൻ്റെ രൂപമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ച് ആരും മറക്കണ്ട. അത് വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാണ്. അഥവാ ഇപ്പോഴും നമുക്ക് ഹബീബായ തങ്ങൾ ദുആ ചെയ്തപ്പോൾ സ്വഹാബാക്കൾ ആമീൻ പറഞ്ഞു, റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ഗുണം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ സ്വഹാബാക്കൾ ആമീൻ പറഞ്ഞു. ആരാ ദുആ ചെയ്യുന്ന നബി തങ്ങളെ? ആമീൻ പറയുന്ന ആരാ? സ്വഹാബാക്കളല്ലേ. ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പോൾ ആ ദുആൻ്റെ പരിധിയിൽ നമുക്ക് പെടാൻ സാധിക്കണമെങ്കിൽ അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ദുആയിൽ നമുക്ക് പെടാൻ സാധിക്കും. അത് വലിയൊരു നേട്ടം തന്നെയല്ലേ അങ്ങനെ പെടാൻ സാധിക്കുക എന്നുള്ളത്. മുത്തുനബി തങ്ങളുടെ ദുആയിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് 4 റക്അത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. അപ്പോൾ 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തിൽ സലാം വീട്ടി നിസ്കരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് പിന്നീട് 2 റക്അത്ത് നിസ്കരിക്കലാണ്. അപ്പോൾ 2 സലാം കൊണ്ട് നിസ്കരിക്കലാണ്. അപ്പോൾ രാത്രി നിസ്കരിക്കുമ്പോൾ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് സലാം വീട്ടുക, പിന്നീട് 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് രാത്രി നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ രൂപം. അതിൽ പകലാണ് നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കലാണ് ശ്രേഷ്ഠമായ രൂപം. അപ്പോൾ രൂപം മനസ്സിലായല്ലോ. രാത്രിയാണ് നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക. പകലാണ് നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുക. അതാണ് അതിൻ്റെ രൂപം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതിൻ്റെ നിയ്യത്ത് എന്താ വെക്കേണ്ടത്? ഞാൻ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ ചെറിയ രൂപത്തിലുള്ള നിയ്യത്താണ് പറയുന്നത് അല്ലേ. തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്നു, അല്ലാഹു തആലക്ക് ഖിബ്ലക്ക് മുന്നിട്ട് അതാ ആയിട്ട് തസ്ബീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് കരുതുക. അത് കഴിഞ്ഞ് ഫാത്തിഹ ഓതുക. നമ്മൾ സാധാരണ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ ഫാത്തിഹ ഓതി സൂറത്ത് ഓതി നിസ്കരിക്കൂല, വജ്ജഹത്ത് ഓതിയിട്ട് അതേപോലെ വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി. വജ്ജഹത്ത് പറഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹ്. ഈ വജ്ജഹത്തു എന്നുള്ളത് ദുആഉൽ ഇഫ്തിതാഹിൽ ഒന്നാണ്. ദുആഉൽ ഇഫ്തിതാഹാണ് സുന്നത്തുള്ളത്. അതിൽ വജ്ജഹത്തു നമ്മൾ ഓതുന്നതാണ്. ചെറിയ രൂപത്തിലുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ തറാവീഹ് പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ ചെറിയ ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവന്നാലും കറാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും. അതൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ നേരെ ഫാത്തിഹ ഓതി സൂറത്ത് ഓതിയതിൻ്റെ ശേഷം നമ്മൾ തസ്ബീഹ് ചൊല്ലണം. ഏത് തസ്ബീഹാണ് ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 15 തവണ ചൊല്ലണം. അപ്പോൾ നമ്മൾ നേരെ തക്ബീർ ചൊല്ലുന്നു, ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നു. എന്നിട്ട് നേരെ റുക്കൂയിലേക്ക് പോകുന്നു. റുക്കൂയിൽ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലിയതിൻ്റെ ശേഷം 10 തസ്ബീഹ് ചൊല്ലുന്നു. പിന്നെ ഇഅ്തിദാലിലേക്ക് വരുന്നു. അവിടെ ചൊല്ലേണ്ട ദിക്റിന് ശേഷം 10 തസ്ബീഹ് ചൊല്ലുന്നു. പിന്നെ സുജൂദിലേക്ക് പോകുന്നു. അവിടെ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിൻ്റെ ശേഷം 10 തസ്ബീഹ് ചൊല്ലുന്നു. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരുന്നു. അവിടെ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിന് ശേഷം 10 തസ്ബീഹ് ചൊല്ലുന്നു. പിന്നെ നമ്മൾ വീണ്ടും സുജൂദിലേക്ക് പോകുന്നു. അവിടെ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിന് ശേഷം 10 തസ്ബീഹ് ചൊല്ലുന്നു. പിന്നെ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പ് അവിടെ ഒന്ന് ഇരുന്നിട്ടാണ്
എഴുന്നേറ്റ് വരിക അല്ലേ, അതിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാ പറയുക. ആ ഇരുത്തം ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ നേരെ പൊന്തി വരാതെ, മുകളിലേക്ക് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരാതെ അവിടെ നിന്ന് 10 തസ്ബീഹുകൾ കൂടെ ചൊല്ലണം. അതാണ് ഇതിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, പറയണമെങ്കിൽ പറയാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഗം. അവിടെ ഒരു 10 തസ്ബീഹ് കൊണ്ട് ചൊല്ലിയിട്ടാണ് പിന്നെ മുകളിലേക്ക് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരേണ്ടത്. ഇപ്പം എത്ര തസ്ബീഹായി എന്നറിയോ? 75 തസ്ബീഹായി. എങ്ങനെ? ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം 15, റുക്കൂയിൽ 10, 15 25, പിന്നെ എഴുത്തിദാലിൽ 10 35, പിന്നെ സുജൂദിൽ 10 45, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10 55, രണ്ടാമത്തെ സുജൂദിൽ 10 അപ്പോൾ 65, പിന്നെ മുകളിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ 10 ചൊല്ലുന്നു, അപ്പോൾ 75. അപ്പോൾ ഒരു റക്അത്തിൽ 75 തസ്ബീഹ്, രണ്ടാമത്തെ റക്അത്തിൽ 75ഉം 75ഉം 150, മൂന്നാമത്തെ റക്അത്തും നാലാമത്തെ റക്അത്തും കൂടി കൂട്ടുമ്പോൾ 150ഉം 150ഉം 300 തസ്ബീഹ്. അങ്ങനെ 300 തസ്ബീഹുകളാണ് മൊത്തത്തിൽ 4 റക്അത്തിലും കൂടിയായിട്ട് നാം ചൊല്ലേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് വരുന്നത്, നമ്മൾ രണ്ടാമത്തെ സുജൂദിൽ പോയിട്ട് പിന്നെ നൃത്തത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ സുജൂദിൽ നിന്ന് പൊങ്ങി വരുമല്ലോ. അപ്പോൾ നമ്മൾ പൊങ്ങി വരാതെ അവിടെ ഇരിക്കണം എന്നാണ് പറഞ്ഞ്. ആ ഇരിക്കുന്ന സമയത്ത് തക്ബീർ എങ്ങനെ ചൊല്ലേണ്ടത്? അപ്പോൾ അത് സുജൂദിൽ നിന്ന് വന്ന് നേരെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പോൾ തക്ബീർ ചൊല്ലി നിർത്തുക. എന്നിട്ട് പിന്നെ എണീറ്റ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ തക്ബീർ ചൊല്ലാതെ മിണ്ടാതെ വന്ന് ഫാത്തിഹ ഓതുക. മനസ്സിലായല്ലോ രൂപം? ഇത് മനസ്സിലാകാത്തവർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. വളരെ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം വിശദീകരിച്ചു. ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കാരം പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ ചൊല്ലുമ്പോൾ 75ആണല്ലോ റക്അത്തിൽ, അതിലേതെങ്കിലും ഒന്നിൻ്റെ എണ്ണം ചുരുങ്ങി, എന്നാൽ നിസ്കാരം ബാത്തിലാവോ? നിസ്കാരം ബാത്തിലാവുന്നില്ല. ആ നിസ്കാരം അത് തസ്ബീഹ് നിസ്കാരമായിട്ട് പരിഗണിക്കും. റുക്കൂയിൽ തസ്ബീഹ് വിട്ടുപോയി എന്ന് കരുതിയിട്ട് അത് എവിടെയെങ്കിലും നമ്മൾ വീണ്ടെടുക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. അതിങ്ങനെ ചിലതിലേക്ക് നമുക്ക് വീണ്ടെടുക്കാനും പറ്റില്ല. ഖസീറായ ഫർദ്, ചെറിയ ഫർദുകളുണ്ട്, വലിയ ഫർദുകളുണ്ട്. ചെറുതിൽ വിട്ടുപോയത് വലുതിൽ വിട്ടുപോയത് ചെറുതിലേക്ക് നമ്മൾ പകരമാക്കി വീണ്ടെടുത്താൽ ചിലപ്പോൾ അത് ദീർഘമായി അത് തൊവീലായ ഫർദായി മാറും. അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട. പിന്നെ ഇവിടെ ഓതേണ്ട സൂറത്തിനെ കുറിച്ചൊരു ചർച്ചയുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു അൽഹാഖ് മുത്തക്കാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ എന്ന് പറയുന്ന സൂറത്താണ് ഓതേണ്ടത്. മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് ഓതേണ്ടത്. നാലാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യേണ്ടത്. ഇതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഓതുക. ഇങ്ങനെയാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ മഹത്വമുള്ളതും പ്രതിഫലമേറിയതുമായ ഒരു കർമ്മമാണ് തസ്ബീഹ് നിസ്കാരം. ഇത് ദിവസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ അല്ലെങ്കിൽ ആയുസ്സിലൊരിക്കലോ ഇത് നിസ്കരിക്കേണ്ടതാണ്. അപ്പോൾ ആ ദിവസത്തിൽ നിസ്കരിക്കുന്നവരുടെ മഹത്വം പറയേണ്ടതില്ല. ഓരോന്നും അതിനനുസരിച്ച് ആഴ്ചയിൽ നിസ്കരിക്കുന്നവരുടെ മഹത്വം പറയേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ആഴ്ചയിൽ ഇത് പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, മാസത്തിൽ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിൻ്റെയൊക്കെ ഒരു തത്തുല്യമായ ഫലം പറഞ്ഞു തന്നവർക്കും ലഭിക്കുമല്ലോ. അള്ളാഹു നമുക്കൊക്കെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നിർവഹിക്കണം. വളരെയധികം ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാന്മാർ നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാൻ പര്യാപ്തമായ ഒരു അമല് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആവേശപൂർവ്വം പറയുന്നുണ്ട്, അതെ എനിക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി തങ്ങൾ പറയുന്നുണ്ട്, 4 റക്അത്ത് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദോഷങ്ങൾ പൊറുക്കാൻ അത് ധാരാളമാണ് പ്രിയമുള്ളവരെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ അമലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നോമ്പെടുത്ത് റിയാള പൂർത്തിയാക്കി വീട്ടിൽ തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ച് 489 തവണ ചൊല്ലുന്ന ഈ രൂപത്തിലേക്ക് വന്നാൽ അതിന് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. ഈ ഇസ്മിൻ്റെ ആദത് നമുക്കറിയാം. ഈ ഇസ്മിൻ്റെ ആദത് 489 ഫാ അതാണ് ഫസ്റ്റത്തത്, ഫത്താഹ് ഫാ അത് 80, യാ 400, അലിഫ് 1, ഹാ എന്നുള്ളത് ഹ എന്നുള്ളത്
എന്നുള്ളത് 8ആണ്. അപ്പോൾ 489 ഇതിൻ്റെ അതത്. ഇതിന് കീഴിലുള്ള മലക്കുകൾ, ആ മലക്കുകൾക്ക് കീഴിലുള്ള അണികൾ, ഓരോ അണികൾക്കും കീഴിലുള്ള 489,000 മലക്കുകൾ, അവരുടെയൊക്കെ കൈകളിലാണ് ഈ ബറക്കത്തിൻ്റെയൊക്കെ താക്കോലുകളും. അതൊക്കെ നമുക്ക് ലഭിക്കാൻ, ബറക്കത്ത് തുറന്നു കിട്ടാൻ ഈ ഒരു അമല് വളരെയധികം കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ശുദ്ധിയോടുകൂടെ നോമ്പുകാരായി റിയാള പാലിച്ചുകൊണ്ട് ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച്, ഇതിൻ്റെ അക്ഷരസംഖ്യ അതേ സംഖ്യയിൽ ഗുണിച്ച് ലഭിക്കുന്ന ആ ഒരു സംഖ്യ ഉണ്ടല്ലോ, അതിനനുസരിച്ച് ചൊല്ലിയാൽ ഈ നാമത്തിൻ്റെ, ഈ ഇസ്മിൻ്റെ ഖാദിമ് മലക്ക് വന്ന് ഇറങ്ങി അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ രൂപം മനസ്സിലായല്ലോ. 489 ഇതിൻ്റെ ആദത്, 489. അതിനെ അതേ സംഖ്യയിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,39,121. അതെങ്ങനെ ഒറ്റയടിക്ക് ചൊല്ലിത്തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഘട്ടം ഘട്ടമായിട്ട് ചൊല്ലിത്തീർത്താൽ മതി. അങ്ങനെ ചൊല്ലിത്തീർത്ത് കഴിഞ്ഞാൽ അവരുടെ, അപ്പോൾ ഒരു വലിയൊരു എണ്ണാണല്ലോ നമ്മൾ ചൊല്ലിത്തീർത്തത്. അപ്പോൾ ആ ഇസ്മുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അതിൻ്റെ ഖാദിമായ മലക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ. പിന്നെ ഇതിൻ്റെ കളം ഇതിൽ കാണിച്ചിട്ടില്ല, അതൊക്കെ ചില ഷർത്തുകളോടുകൂടെ എഴുതേണ്ടതാണ്. ഇതിനൊരു വലിയ പ്രാർത്ഥനയുണ്ട്, ദുആ ഉണ്ട്, അതും കാണിച്ചിട്ടില്ല. അത് കൂടുതൽ എഴുതാനുണ്ട്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ, മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുക. അത് വലിയ ഫലമുള്ളതാണ്. അതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. റിയാളയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. റിയാള, അത് മുമ്പ് നമ്മൾ അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ റിയാളയുടെ കൃത്യമായ വിവരണം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.